ഇന്ന് നമുക്ക് റിവേഴ്സ് ലിങ്ക് ലിസ്റ്റ് ചെയ്യാം. ഇത് LeetCode 206 ആണ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഈസി ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഈസി ആണെങ്കിലും ഇത് വേറുള്ള പല ക്വസ്റ്റ്യൻ്റെയും ആൻസർ ആയിട്ട് ഈ ഒരു സൊല്യൂഷൻ വരും. കാരണം പലത്തിന് സബ് പാർട്ട് വരുന്നത് ഈ ഒരു സൊല്യൂഷനാണ്, റിവേഴ്സ് ലിങ്ക് ലിസ്റ്റായി ചെയ്യുന്നതാണ്. അപ്പം അതിനി വരാൻ പോകുന്ന വീഡിയോസിലും ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ കാണാം. അപ്പം ഇന്ന് നമുക്ക് ഇതിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ സിമ്പിളാണ്. നമുക്കറിയാം ഒരു ലിങ്ക് ലിസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പം ഒരു ലിങ്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പം ആ ലിങ്ക് ലിസ്റ്റ് ജസ്റ്റ് റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. അതായത് ഇങ്ങനെ ഒരു 1 2 3 4 5 തന്നാൽ ഇപ്പോൾ ഈ 1 ആണ് നമ്മളെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ 5 4 3 2 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഓക്കെ, അതിൽ 5 ആവണം ഹെഡ്. ഓക്കെ, സോ ബേസിക്കലി ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതണം. ആ ഫംഗ്ഷനിൽ നമ്മൾ ലിങ്ക് ലിസ്റ്റ് കൊടുക്കും. അപ്പം തിരിച്ച് സെയിം ഹെഡർ തന്നെ നമുക്ക് തിരിച്ച് തരും. അപ്പം ആ ഹെഡറിൻ്റെ വാല്യൂ ഇങ്ങനെ റിവേഴ്സ്ഡ് ആയിരിക്കണം. ഓക്കെ, സോ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇത് സിമ്പിളാണ്. ബേസിക്കലി ലിങ്ക് ലിസ്റ്റിലെ ഇതൊരു ഒരു ഹാക്കാണ്. അതായത് ലിങ്ക് ലിസ്റ്റിൽ വരുന്ന മോസ്റ്റ് ഓഫ് ദ മെജോറിറ്റി പ്രോബ്ലംസിൻ്റെ സൊല്യൂഷന് 2 പോയിന്റർ വെച്ചിട്ടേക്കാരും. 2 പോയിന്റർ അല്ലെങ്കിൽ അതിന് മേലെ പോയിന്റർ. ബേസിക്കലി പോയിന്റേഴ്സ് ആണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യന് ആ പോയിന്റർ വെച്ച് സോൾവ് ചെയ്യാം. ഓക്കെ, ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മളെ ഹെഡ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ 1 2 3 4 5 എന്നുള്ളത് റിവേഴ്സ് ചെയ്ത് വരുമ്പോൾ, അതായത് നമ്മൾ പുതിയത് എന്തായിരിക്കണം എന്ന് വെച്ചാൽ ഹെഡ് 5 ആയിരിക്കണം, പിന്നെ 5 4 3 2 1 ആയിരിക്കണം. ഹെഡ് ഡോട്ട് നെക്സ്റ്റ് ഇങ്ങനെ നെക്സ്റ്റ് എന്ന് കൊടുക്കും. ഓക്കെ, സോ ബേസിക്കലി എല്ലാവർക്കും ലിങ്ക് ലിസ്റ്റ് എന്നുള്ള ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അതിന് ഒരു ഫീൽഡ് ഉണ്ട്, ഡാറ്റ എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തെ ഫീൽഡാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഡാറ്റയിലാണ് നമ്മുടെ ഒരു ഇൻറ്റിജർ വാല്യൂ ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അതാണ് നമ്മൾ ഈ കാണുന്ന 1 അല്ലെങ്കിൽ 2 3 എന്ന് പറയുന്ന നമ്പേഴ്സ് കാണുന്നത് ഈ ഡാറ്റ എന്നുള്ളതാണ്. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് പോയിന്റേഴ്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത്, അതായത് അടുത്ത ഡാറ്റ സ്ട്രക്ചറിലേക്കുള്ള പോയിന്റർ. അപ്പോൾ ഇവിടെ നിന്ന് എന്താ സ്റ്റോർ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 1 ആണെന്നുണ്ടെങ്കിൽ 1 കഴിഞ്ഞിട്ട് അടുത്തത് 2 ആണെന്നുള്ളതിൻ്റെ 2ൻ്റെ ഈ അഡ്രസ്സാണ് അല്ലെങ്കിൽ പോയിന്ററാണ് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുക. അപ്പം 2 കഴിഞ്ഞിട്ട് അടുത്തത്, അത് 2 ഡോട്ട് നെക്സ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 3 എന്ന് വരണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 3 എന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3ൻ്റെ ഒരു പോയിന്ററേക്കാരും ഈ 2ൻ്റെ ഡോട്ട് നെക്സ്റ്റ് സ്റ്റോർ ചെയ്തിരിക്കുക. അപ്പം ഇതാണ് ബേസിക്കലി ലിങ്ക് ലിസ്റ്റ്. എല്ലാവർക്കും ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ഡോട്ട് നെക്സ്റ്റ് പറഞ്ഞാൽ 2 ആണ്. പിന്നെ 2 ഡോട്ട് നെക്സ്റ്റ് കൊടുത്താൽ 3 കിട്ടും. 3 ഡോട്ട് നെക്സ്റ്റ് കൊടുത്താൽ 4 കിട്ടും. 4 ഡോട്ട് നെക്സ്റ്റ് കൊടുത്താൽ 5 കിട്ടും. പക്ഷേ നമുക്ക് ഇവിടുന്ന് ബാക്കിലോട്ട് പോയില്ല. അതായത് ഇപ്പം 3ൻ്റെ മുന്നേ എന്താണ്, ഇപ്പം നമുക്ക് ഒരു സാധനം റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്കിപ്പം ഇപ്പോൾ 2 റിവേഴ്സ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ 2 റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 കഴിഞ്ഞാൽ 1 വരണം. 2 കഴിഞ്ഞാൽ 1 വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഈ കാണുന്ന സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എടുത്താണ്ട് ഇത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് നമ്മൾ 1ലേക്ക് ആക്കണം. അപ്പോഴാണല്ലോ നമ്മൾ സാധനം റിവേഴ്സ് ആവുക. അപ്പം 2 ഡോട്ട് നെക്സ്റ്റ് 1 ആയി. അപ്പോൾ ഇത് റിവേഴ്സ്ഡ് ആയി, മനസ്സിലായി? അപ്പോൾ അതേപോലെ നമുക്ക് ഓരോന്നിലേക്കും കൺസിഡർ. അപ്പോൾ 3നെ നമുക്ക് നെക്സ്റ്റ് ആക്കണമെങ്കിൽ എന്താണ്? ഈ 3ൻ്റെ ഈ നെക്സ്റ്റ് നമുക്ക് ഒഴിവാക്കിയിട്ട് ഇതിനെ ബാക്കോട്ട് വരുത്തണം. അതേപോലെ 1ൻ്റെ അവിടെ ഫസ്റ്റുള്ള ഇതിനെന്ത് ചെയ്ത് സ്റ്റാർട്ടിങ് നള്ളാണ്. അപ്പം നള്ളിലേക്ക് പോയിന്റ് ചെയ്യണം. മനസ്സിലായി? അപ്പം ബേസിക്കലി ഈ കാണുന്ന എല്ലാവരെയും ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിന് തൊട്ട് ബാക്കിലുള്ള എലമെന്റ് എന്താണോ അല്ലെങ്കിൽ തൊട്ട് ബാക്കിലുള്ള ലിങ്ക് ലിസ്റ്റ് നോഡിലേക്ക് നമ്മൾ ഇതാക്കുന്നു. ബൈ ദ വേ, ഇങ്ങനെയുള്ള ഓരോ സർക്കിളിന് നമ്മൾ ലിങ്ക് ലിസ്റ്റിൽ നോഡ് എന്നാണ് പറയുക. ഓക്കെ, ലിങ്ക് ലിസ്റ്റ് നോഡ് എന്ന് പറയാം. ഒരു നോഡിൻ്റെ സ്ട്രക്ചറാണ് ഞാനിവിടെ എഴുതിയത്. ഓക്കെ, അതിന് ഡാറ്റ ഉണ്ടാവും, നെക്സ്റ്റ് ഉണ്ടാവും. അതിപ്പം ഡബിൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡാറ്റയും ഉണ്ടാവും, നെക്സ്റ്റ് ഉണ്ടാകും, പിന്നെ പ്രീവിയസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് തന്നെ സുഖമാണ്. കാരണം അതായത് ബാക്കിലുള്ള എന്താണെന്ന് കാണാൻ പറ്റും, ഫ്രണ്ടിലുള്ള എന്താണെന്ന് കാണാൻ പറ്റും. നമുക്ക് തന്നത് അങ്ങനത്തെ അല്ല, നമുക്ക് തന്ന നോർമൽ ലിങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഡാറ്റയും നെക്സ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതല്ല ഇവിടെ ഉള്ളത്. അപ്പം ഈ ഒരു നോഡിനെയാണ് നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം കണ്ടിന്യൂ ഹിയർ. അപ്പം ഇവിടെ നമ്മൾ 4നെ കഴിഞ്ഞു. ഇനി അടുത്തത് 5ലേക്ക് വരുന്നു. 5ൻ്റെ നെക്സ്റ്റ് നള്ളാണ്. ഈ നള്ളിനെ നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനെ നമ്മൾ ഒഴിവാക്കുന്നു, എന്നിട്ട് ഇതിനെ 4ലേക്ക് പോയിന്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ ലാസ്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഹെഡായിട്ട് ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇത് ഹെഡായി. അപ്പോൾ നമ്മൾ റിസൾട്ട് എന്താ കൊടുക്കുക? ഈ ഹെഡിനെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ റിട്ടേൺ. അപ്പോൾ നമ്മൾ ഇനി പുതിയൊരു നമ്മൾ റിസൾട്ട് LeetCode എങ്ങനെയൊക്കെ നോക്കുക? ഹെഡ് എന്താ തന്നോ നോക്കൂ. 5ൻ്റെ നെക്സ്റ്റ് എന്താണ്? ഇതാണ് 5ൻ്റെ നെക്സ്റ്റ് 4 ആയി. 4ൻ്റെ നെക്സ്റ്റ് 3 ആയി. 3ൻ്റെ നെക്സ്റ്റ് എന്താ? 2 ആയി. 2ൻ്റെ നെക്സ്റ്റ് 1 ആയി. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് പോകുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഇനി നമുക്ക് ഇത് കോഡ് ചെയ്യാൻ എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കാം കേട്ടോ.
അപ്പം നേരത്തെ പറഞ്ഞ കൺസെപ്റ്റിന്റെ ഇത് നമുക്ക് എങ്ങനെ കോഡ് ചെയ്ത് നോക്കാം. അപ്പം ബേസിക്കലി നമ്മളിപ്പോൾ കണ്ടില്ലേ, അപ്പം ഈ 2 നമ്മൾ റിവേഴ്സ് ചെയ്യണം, ഇതിന്റെ നെക്സ്റ്റ് നോഡിനെ ഒഴിവാക്കിയിട്ട് ഇതിനെ ബാക്കിലോട്ടേക്ക് ആക്കണം. അപ്പോൾ ഈ ബാക്കിൽ, അതായത് പ്രീവിയസ്ലി നമ്മളൊരു എലമെന്റ് വേണ്ടേ, അപ്പം പ്രീവിയസ്ലി ഒരു എലമെന്റ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി നമുക്കൊരു, അപ്പം നമ്മൾ ഏതൊക്കെ പോയിന്റർ യൂസ് ചെയ്യുന്നവിടെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു പോയിന്ററിന്റെ പേര് ഞാൻ എന്താ ഇടുന്നത് വെച്ചാൽ പ്രീവിയസ് എന്നാണ്. ഓക്കെ, പ്രീവിയസ് ഞാൻ ഇപ്പോൾ തൽക്കാലം പി എന്ന് വിളിക്കുന്നു. അപ്പം ഇവന്റെ ജോലി എന്താ വെച്ചാൽ ഇപ്പം കറണ്ട് ആയിട്ട് നിൽക്കുന്ന സ്ഥലം എവിടെയാണോ, ഇപ്പം നിൽക്കുന്ന എവിടെയാണോ അതിന് മുന്നേ എന്താണ് കണ്ടതെന്നുള്ളത് നോക്കാം. ഇപ്പോൾ 2 നിൽക്കുന്നതിന് മുന്നേ കണ്ട 1 ആണ്, 3 നിൽക്കുന്നതിന് മുന്നേ കണ്ട 2 ആണ്. അങ്ങനെ ഇപ്പം നിൽക്കുന്ന കറണ്ട് പൊസിഷന് ബാക്കിൽ എന്താ കണ്ടതെന്നുള്ളത് മനസ്സിലാക്കാനാണ് നമ്മൾ പ്രീവിയസ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അടുത്തത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നതാണ് നെക്സ്റ്റ് പോയിന്റർ. ഓക്കെ, നെക്സ്റ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ ജസ്റ്റ് എൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പം നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് അടുത്തത് എന്താണെന്ന് അറിയാനാണ്. ഓക്കെ, അതിനാണ് നമ്മൾ നെക്സ്റ്റ്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ലിങ്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ലല്ലോ, കാരണം ഇവിടുത്തെ ഒരു ലിങ്ക് നമ്മൾ ക്രോസ് ചെയ്തു. അപ്പോൾ ഇത് ബേസിക്കലി എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1, 2 എന്നുള്ളതും ഒരു സാധനമാവും, 3, പിന്നെ 4, പിന്നെ 5 ഇത് സെപ്പറേറ്റ്. അപ്പോൾ ഇവിടുന്ന് തമ്മിൽ പരസ്പരം ഇനി ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇടയിൽ ഇവിടെ നമുക്ക് പോയിന്റർ ചാടാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ ചാടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ഇവിടെ പ്രീവിയസ് ആയി, ഇവിടെ കറണ്ട് ആയി, ഇവിടെ നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തിന് വെക്കും. അപ്പോൾ ഇതുവരെ കറണ്ട് പോയിന്റർ ഉണ്ട്, അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. കറണ്ട് പോയിന്റർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയാണ് എന്നുള്ളത് അറിയിക്കാനുള്ളതാണ് പോയിന്റർ. ബേസിക്കലി നമ്മൾ ഈ 3 പോയിന്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞ 2 പോയിന്റർ സൊല്യൂഷനാണ്. ടെക്നിക്കലി ഇവിടെ 3 പോയിന്റർ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ജനറലി ഇതിനെ 2 പോയിന്റർ അല്ലെങ്കിൽ അങ്ങനെ മൾട്ടിപ്പിൾ പോയിന്റർ സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇവർ 3 പേരെ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം മൊത്തം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, നമ്മൾ 1ലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം പ്രീവിയസിനെ നള്ളായിട്ട് ഇനീഷ്യലൈസ് ചെയ്യുക. ഓക്കെ, നള്ളിനെ ഞാൻ ഈ സിമ്പിളായി യൂസ് ചെയ്യുന്ന നല്ല്. നമ്മൾ കറണ്ട് ഇപ്പോൾ എവിടെ എത്തി, അതായത് നമ്മളിപ്പോൾ കറൻ്റ് നിൽക്കുന്നത് ഫസ്റ്റ് നോഡിലാണ്. ഇനി ഈ നമ്മൾ നെക്സ്റ്റ് എന്താണ്, അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് ഡോട്ട് നെക്സ്റ്റ് അല്ലേ. അതായത് നമ്മൾ ഈ ഒരു 1ന്റെ ഡാറ്റ സ്ട്രക്ചറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മനസ്സിലായ പോലെ അതിൽ ഡാറ്റയും ഉണ്ട്, നെക്സ്റ്റ് പറഞ്ഞിട്ട് സാധനമുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത എലമെന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് അടുത്ത് നമ്മൾ നെക്സ്റ്റ് എലമെന്റ് കിട്ടുക. അപ്പോൾ നെക്സ്റ്റ് ഇവിടെയാണ്. അപ്പോൾ ഈ 3 പോയിന്റ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തല്ലോ. ഇനി ഈ ലൂപ്പ് നമ്മൾ സ്റ്റാർട്ട്, ഈ ലൂപ്പ് എപ്പോഴും അവസാനിക്കുക വെച്ചാൽ കറണ്ടിനോട് അവസാനിക്കുന്ന വരെ. അതായത് കറണ്ടിനോട് ഏറ്റവും അവസാനം 5 കഴിഞ്ഞ് പിന്നെ ഈ 5ന്റെയും പുറത്ത് 5 ശരിക്കും പോയിന്റ് ചെയ്യുന്ന നള്ളിലേക്കാണ്. അപ്പോൾ 5 കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ നള്ളാണ്, എം ടി ആണെന്നുള്ള വരെയാണ് നമ്മൾ ഇത് ലൂപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫോർ ലൂപ്പ് തുടങ്ങും. അങ്ങനെ അപ്പോൾ അപ്പം ഇത് നമ്മൾ ഇനി അടുത്ത ലൂപ്പ് തുടങ്ങുന്ന നമ്മൾ ഈ കറണ്ടിന് എന്ത് ചെയ്യണം വെച്ചാൽ ഇതിൻ്റെ ഈ നെക്സ്റ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ഈ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രീവിയസിലേക്ക് നമ്മൾ പോയിന്റ് ചെയ്യും. എന്നിട്ട് ഇതിപ്പോൾ പോയിന്റ് ചെയ്ത് ഇനി കറണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. കറണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് കറണ്ട് ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് നോക്കുക. അതായത് ഈ സീൻ നമ്മളിപ്പോൾ ഇവിടെ ഇടും. ഇതില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി എന്നിനെ നമുക്കറിയാമല്ലോ, എന്നെ ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്തുകൊണ്ട് എന്നിലേക്ക് നമുക്ക് എത്തും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ പീനെ അപ്ഡേറ്റ് ചെയ്യും. പി എന്നെ ആരാക്കും, കറണ്ട്. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പി നമ്മൾ സി എന്നാക്കണം, എന്നിട്ട് സീനെ നമ്മൾ എൻ എന്നാക്കണം. ഓക്കെ, ഈ സ്റ്റെപ്പിലാണ് ഫസ്റ്റ് ഇത് പിന്നെ ഇത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ സി ആക്കി നമ്മൾ പ്രീവിയസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പ്രീവിയസ് നേരെ ഇങ്ങോട്ടേക്കാരും വരിക. മനസ്സിലായില്ല, അപ്പോൾ ഈ 1 നമ്മൾ മിസ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ ആവാതൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പീനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പി ഇപ്പോൾ 1 ഓക്കെ, പിന്നെ നമ്മൾ ലൂപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താ നോക്കും. അപ്പോൾ നെക്സ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ സി ഡോട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കും. അപ്പോൾ ഈ എൻ ഇവിടെ പോയിട്ട് എൻ ഇവിടെ എത്തും. ഓക്കെ, ഇനി സെയിം സ്റ്റെപ്പ് തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കളയുന്നു. ഇവനെ നമ്മൾ പ്രീവിയസിലേക്ക് പോയിന്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആദ്യം പ്രീവിയസിനെ അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ പ്രീവിയസ് ഇവിടെ എത്തി, കറണ്ടിനെ അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തി, പിന്നെ ലൂപ്പ് അടുത്ത റൗണ്ടിലെത്തും. അപ്പം നെക്സ്റ്റ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പം ഇത് ഇനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അപ്പം നിങ്ങൾക്ക് ഇതിനൊരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ കരുതുന്നത്. എന്നിട്ട് ഈ ലൂപ്പ് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യും. അടുത്ത സി, അപ്പോൾ ഇവനെ ഇത് നെക്സ്റ്റ് കട്ട് ചെയ്തിട്ട് പ്രീവിയസിലേക്ക് പോയിന്റ് ചെയ്യുന്നു. പിന്നെ അടുത്തതിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ആവുന്നു. ഇവിടെ എത്തി, കറണ്ട് ഇവിടെ എത്തി, നെക്സ്റ്റ് ഇവിടെ എത്തി. എന്നിട്ട് അടുത്ത ഈ കറണ്ടിൻ്റെ നെക്സ്റ്റിന് നമ്മൾ കട്ട് ചെയ്തു. അതിൻ്റെ നെക്സ്റ്റ് നമ്മൾ പ്രീവിയസിലേക്ക് പോയിന്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും പ്രീവിയസിനെ അപ്ഡേറ്റ് ചെയ്ത് കറണ്ടിനെ അപ്ഡേറ്റ് ചെയ്ത് അടുത്ത ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നെക്സ്റ്റിനെ അപ്ഡേറ്റ് ചെയ്ത് നെക്സ്റ്റ് ഇപ്പോൾ എവിടെ എത്തിയാറ് നള്ളിലെത്തി കേട്ടോ, കറണ്ട് എവിടെ. അപ്പം കറണ്ടിൻ്റെ നെക്സ്റ്റ്, അതായത് നള്ളിനെ നമ്മൾ ഇവിടെ നിന്ന് കളഞ്ഞിട്ട് ഇതിൻ്റെ നെക്സ്റ്റിന് പ്രീവിയസിലേക്ക് നമ്മൾ പോയിന്റ്, അതായത് ബേസിക്കലി 4ലേക്ക് ഈ പോയിന്റ് ആവുന്നത്. എന്നിട്ട് നമ്മൾ ഇനിയാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് അപ്ഡേറ്റ് ചെയ്യാണ്. പ്രീവിയസിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് 5 കറണ്ടിനെ അപ്ഡേറ്റ് ചെയ്തിട്ട് നള്ളിലെത്തിച്ച്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ലൂപ്പ് തുടങ്ങാനുള്ളൂ. അപ്പോൾ അടുത്ത ലൂപ്പ് കറണ്ട് എന്താ നോക്കുക. കറണ്ട് ഇപ്പോൾ നള്ളാണ് അല്ലേ, നള്ളാണ്. നള്ളാകുമ്പോൾ എന്താ പറയുക, നള്ളാകുമ്പോൾ നമ്മുടെ ലൂപ്പ് ബ്രേക്ക് ആവും. അപ്പം ബാക്കിയുള്ളത് നോക്കില്ല. അത് നെക്സ്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പി ഇപ്പോൾ എവിടെ നിൽക്കുന്നത്, പി നിൽക്കുന്നതാണ് 5ന്റെ അവിടെ അല്ലേ, കറണ്ട് പുറത്തുമാണ്.
കറണ്ടിനെ കൊണ്ട് നമുക്ക് ഇനി ഒരു യൂസ് ഇല്ല. ഇപ്പോൾ ബേസിക്കലി നമ്മൾ പി ഇപ്പോൾ നിൽക്കുന്നതാണ് ഈ 5-ൽ. അപ്പോൾ നമുക്ക് എന്താ തിരിച്ചു കൊടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ ഹെഡ് എന്താണ്, ന്യൂ ഹെഡ് എന്താണ്, പ്രീവിയസ് ആണ് നമ്മൾ പുതിയ ഹെഡ്. അതായത് ഇനിയിപ്പം നമ്മൾ ഇങ്ങോട്ടാണ് പോയിന്റ് ചെയ്യേണ്ടത്. നമ്മൾ LeetCode റിസൾട്ട് കൊടുക്കും. അപ്പം 5 എന്ന് പോയിന്റ് ചെയ്യുമ്പോൾ എന്താ, 5 നമ്മൾ ഫസ്റ്റ് എലമെന്റ് വരും. 5ന്റെ നെക്സ്റ്റ് എന്താ, 4 ആണ്. 4ന്റെ നെക്സ്റ്റ് എന്താ, 3 ആണ്. 3ന്റെ നെക്സ്റ്റ് എന്താ, 2 ആണ്. 2ന്റെ നെക്സ്റ്റ് 1, 1ന്റെ നെക്സ്റ്റ് ഇവിടെ നള്ള്. ഓക്കെ, അപ്പോൾ നമ്മൾ റിവേഴ്സ് ചെയ്തില്ലേ. അപ്പോൾ ഇത് റിസൾട്ട് ചെയ്യുമ്പോൾ 5 4 3 2 1 empty എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇനി നമുക്ക് ഇത് കോഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ കോഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് കോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞാൽ നമുക്ക് ആദ്യം കറണ്ട് വേണം. അതായത് നമ്മൾ കറണ്ടിൽ ഇപ്പോൾ എവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തന്നിരിക്കുന്ന ഹെഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹെഡാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ലിങ്ക് ലിസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് ഹെഡാണ്. പ്രീവിയസ് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, പ്രീവിയസ് നള്ളാണ് ഇനീഷ്യലി. പൈത്തണിൽ നള്ള് എന്ന് പറഞ്ഞാൽ നണ്ണാണ്. ഓക്കെ, ഇനി ഒരു ബേസ് കേസ് ആഡ് ചെയ്യാം. അതായത് ഇപ്പം തന്നിരിക്കുന്ന ലിങ്ക് ലിസ്റ്റ് എം ടി ആണെങ്കിൽ, ഒന്നുമില്ല, കാലി ലിങ്ക് ലിസ്റ്റ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒന്നും തിരിച്ചു കൊടുക്കാനില്ല. അപ്പം നമുക്കത് അതുപോലെ തന്നെ റിട്ടേൺ ചെയ്യാം. ഓക്കെ, അതായത് കറണ്ട് ഇപ്പോൾ ഇല്ല, അപ്പം അതന്നെ റിട്ടേൺ ചെയ്യാം. അല്ലെങ്കിൽ ഇഫ് നോട്ട് ഹെഡ് എന്ന് കൊടുത്താലും മതി. ഇഫ് നോട്ട് ഹെഡ് റിട്ടേൺ ഹെഡ് എന്ന് കൊടുത്താലൊക്കെ ഒരുപോലെ തന്നെയാണ്. ഇനി നമുക്ക് നമ്മളെ ലൂപ്പ് തുടങ്ങാം. അപ്പം വൈഡ് ലൂപ്പാണ്. ലിങ്ക് ലിസ്റ്റിൽ മോസ്റ്റ്ലി വൈഡ് ലൂപ്പ് എന്നാണ് തുടങ്ങുക. കാരണം നമുക്ക് എൻഡ് എന്താണെന്ന് അറിയില്ല. അപ്പം ഫോർ ലൂപ്പ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. അപ്പം വൈൽ കറണ്ട്, അതായത് കറണ്ട് എലമെന്റ് ഉള്ളത് വരെ നമ്മൾ ഈ ലൂപ്പ് തുടങ്ങും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണത്, നെക്സ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഇമേജിൽ എക്സ്പ്ലെയിൻ ചെയ്താണ്. നെക്സ്റ്റ് എന്താണ്, കറണ്ട് ഡോട്ട് നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത എലമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ഇപ്പോഴത്തെ എലമെന്റിന്റെ നെക്സ്റ്റ്, അതായത് നെക്സ്റ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യണമല്ലോ. അതായത് ഞാൻ ഇവിടെ കാണിച്ചെന്ന പോലെ ഇപ്പോഴത്തെ ഈ എലമെന്റിന്റെ ഈ നെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ ഇനി ഒഴിവാക്കിയിട്ട് വേണം ഇതിനെ നമ്മൾ പ്രീവിയസിലേക്ക് പോയിന്റ് ചെയ്യാണ് വേണ്ടിയത്. ഓക്കെ, ഞാൻ ആ സ്റ്റേജാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കറണ്ട് ഡോട്ട് നെക്സ്റ്റിനെ നമ്മൾ പ്രീവിയസിലേക്ക് പോയിന്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ പ്രീവിയസിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. പ്രീവിയസ് ഇപ്പം നള്ളിലാണ് നിൽക്കുന്നത് ഇനീഷ്യലി പറഞ്ഞാൽ, അല്ലെങ്കിൽ മുമ്പത്തെ എലമെന്റ്. അതിനിപ്പോൾ നമ്മൾ കറണ്ട് തൊട്ട് ഇപ്പോഴത്തെ എലമെന്റിലേക്ക് ആക്കുന്നു. എന്നിട്ട് നമ്മൾ കറണ്ട് എലമെന്റിനെ എങ്ങോട്ടാക്കുക, നെക്സ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ ആക്കുകയാണ്. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞ ആ ലൂപ്പിന്റെ പരിപാടി കഴിഞ്ഞു. അതായത് അടുത്തത് എന്താണെന്ന് കണ്ടുപിടിച്ചു. ഇപ്പോൾ ഉള്ളതിന്റെ നെക്സ്റ്റ് ലിങ്ക് ബ്രേക്ക് ചെയ്തിട്ട് പ്രീവിയസിലേക്ക് പോയിന്റ് ചെയ്തു. പ്രീവിയസിനെ ഇപ്പോൾ കറണ്ടിലേക്ക് അപ്ഡേറ്റ് ചെയ്ത്, എന്നിട്ട് കറണ്ടിനെ നമ്മൾ അടുത്ത എലമെന്റിലേക്ക് എത്തിച്ചു. ഓക്കെ, അപ്പം ഈ ലൂപ്പ് കഴിഞ്ഞു. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ റിസൾട്ട് എന്താ കൊടുക്കേണ്ടത്, ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞ പോലെ കറണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നള്ളിലേക്കാണ്. അപ്പം ഇതിന് തൊട്ട മുന്നത്തെ എലമെന്റ് ആണ് നമ്മളെ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിനെയാണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഇതാണ് നമ്മളെ പുതിയ ഹെഡ്, പ്രീവിയസ് എലമെന്റ്. അപ്പോൾ ഇതിപ്പോൾ 5ലേക്കാണ്. ഇപ്പോൾ 5 4 3 2 1 എന്ന് പറഞ്ഞപ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാ ടെസ്റ്റ് കേസും പാസ്സായിട്ടുണ്ട്. ഇതൊന്ന് സബ്മിറ്റ് ചെയ്യുക. ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. 80% മേലുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് കോഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ലൈഫിൽ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വന്നു. ഒരു പുതിയ ജോബിലേക്ക് സ്വിച്ച് ചെയ്തു. അതിനിടയ്ക്ക് ഞാനൊരു ബ്രേക്ക് എടുത്ത് ഒരു ട്രാവലിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുടെ വീഡിയോസ് ഇവിടെ ലാസ്റ്റ് ഇടുന്നുണ്ട്. അതൊന്ന് കണ്ട് എൻജോയ് ചെയ്യാം. അപ്പം ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.